ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പിറവി തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ഈ കഴിഞ്ഞ 25 ദിവസമായിട്ട് നമ്മളൊക്കെ ഒരുങ്ങുകയാണ് അല്ലെ? രക്ഷകനായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിനങ്ങളായിരുന്നു. ഈ നോമ്പ് തുടങ്ങിയപ്പോൾ 1-ാം ദിനത്തില് അച്ഛൻ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം, പുൽക്കൂട് ഒരുക്കാനായിട്ട് തയ്യാറാവണം. എവിടെയാണ് എൻ്റെ രക്ഷകനായ ഈശോ വന്ന് പിറക്കേണ്ടത്? ഈശോ വന്ന് പിറക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയം ഒരുക്കുവാനായിട്ടാണ് നമ്മൾ നോമ്പ് നോറ്റ് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി ത്യാഗത്തോടുകൂടി ഹൃദയം ഒരുക്കിയത്. ഈശോയെ വന്ന് പിറക്കാൻ വേണ്ടി സ്ഥലമൊരുക്കുന്ന ദിനങ്ങളായിരുന്നു ഇത്രയും ദിവസം. സ്നേഹമുള്ളവരെ, ഈ തിരുപ്പിറവിയുടെ ഈ ദിനത്തിൽ നമ്മളൊക്കെ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഈശോ വന്ന് പിറക്കുമോ? എൻ്റെ ഹൃദയം ഒരുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചോ? ത്യാഗമേറ്റെടുത്തുകൊണ്ട് ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് എൻ്റെ ഈശോ ഇന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് വേണ്ടി വന്ന് പിറന്നവനല്ലേ? നമ്മെ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി. നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്ന പിതാവ് തന്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം പിതാവ് നമ്മളെ സ്നേഹിച്ചു. ആ പുത്രൻ വന്നത് എന്തിനു വേണ്ടിയാ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കാനായിട്ട് തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയതാണ് ഈശോ മിശിഹ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് നമ്മെ രക്ഷിക്കാനായിട്ട് ഈശോ വന്ന് പിറക്കുമ്പോൾ ആ രക്ഷകനെ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഈശോ വന്ന് പിറക്കുമോ? എൻ്റെ ഹൃദയത്തിൽ ഈശോ വന്ന് പിറക്കണമെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. മറ്റുള്ളവരോട് വിദ്വേഷമുണ്ടെങ്കിൽ പകയും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ ഒരിക്കലും എൻ്റെ ഹൃദയത്തില് ഈശോ വന്ന് പിറക്കത്തില്ല. പുൽക്കൂട്ടിൽ ഈശോ വന്ന് പിറന്നത് കൊണ്ട് പ്രയോജനമില്ല. എൻ്റെ ഹൃദയത്തിൽ ഈശോ വന്ന് പിറന്നാൽ മാത്രമേ എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. പാപം ചെയ്ത് ഇനി ഒരിക്കലും ആ ഈശോയെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഈശോ എൻ്റെ ഉള്ളില് എന്നും വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ തിരുപ്പിറവിയില് എൻ്റെ ഹൃദയത്തില് ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. ഈശോ വന്ന് പിറന്ന ഈ ഹൃദയം ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാം. പാപത്തിൽ നിന്നകന്ന് ശുദ്ധമായ ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഈശോ ഉള്ളിലുള്ളപ്പോൾ ഈശോ ചെയ്തതുപോലെ മറ്റുള്ളവരെ സഹായിച്ച് ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.